ഏത് വണ്ടിയിൽ യാത്ര, ബസ്സായാലും കാറായാലും എങ്ങനെയായാലും യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് വല്ലാതെ ഛർദ്ദിക്കും. ആ ഒരു അവസ്ഥ എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമായിരുന്നു. ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോകുമ്പോൾ, ഞാനിവിടുന്ന് ഏകദേശം കായംകുളം എത്തുമ്പോൾ എനിക്ക് വീണ്ടും ഛർദ്ദിക്കണമെന്നൊരു തോന്നലുണ്ടായി. അപ്പോൾ ബസ്സിനകത്തിരിക്കുമ്പോൾ അങ്ങനൊരു അവസ്ഥ വന്നാലത് എന്ത് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റും. ഞാൻ മാതാവിനോട് ശരിക്കും ആ ഉടമ്പടി സാധനങ്ങൾ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഈ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്കൊരു മോചനം തരണേ എന്ന് ഞാൻ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ ആ പറഞ്ഞു തീരുന്ന സെക്കൻഡിനുള്ളിൽ തന്നെ ആ ഒരു അവസ്ഥ എന്നിൽ നിന്നും മാറിപ്പോയി. ഇപ്പോൾ ഏകദേശം 10 മാസമാകുന്നു ഞാൻ സ്ഥിരമായി യാത്ര ചെയ്യുന്നുണ്ട്. ബസ്സിലായാലും കാറിലായാലും എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. രണ്ടാമത് അന്ന് തന്നെ എനിക്ക് വീണ്ടും ഒരു അത്ഭുതം സംഭവിച്ചത്, ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ മകളുടെ കൊച്ചു കുഞ്ഞ്, അതിന് ഏകദേശം ഒരു വയസ്സ് 1.5 വയസ്സ് പ്രായമുള്ളൂ. അപ്പോൾ അതിൻ്റെ ഈ വയറിൻ്റെ ഭാഗത്തൊരു കുഞ്ഞ് ഒരു